അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ വി ചെർപ്പളശ്ശേരി. പ്രിയപ്പെട്ട ഹബീബുകളെ, ഞാൻ ഇപ്പോൾ ചെർപ്പളശ്ശേരിയിൽ തന്നെയാണ്. നമ്മുടെ ചെർപ്പളശ്ശേരി ടൗണിന്റെ പരിസരത്ത് നമുക്ക് നല്ലൊരു വീട് കിട്ടാൻ പോവാണ് വെറും 8 ലക്ഷം രൂപയ്ക്ക്. ഈ ടാറിംഗ് റോഡിലാണ് ചെപ്പശ്ശേരി ഇല്ലേ, ചെപ്പശ്ശേരി വരുന്ന റോഡാണ്. ആകെ 1.5 കിലോമീറ്റർ ആ വീട്. ഈ വീടിന്റെ നേരെ പുറകിൽ കേട്ടോ, നല്ല അടിപൊളി സൈറ്റ് ആണ്. അതുപോലെ തന്നെ നല്ല സ്ഥലമാണ്. അപ്പൊ നമുക്ക് അതൊക്കെ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതാണല്ലോ ചെർപ്പളശ്ശേരി നിന്ന് ആകെ ഇവിടേക്ക് ദൂരം വരെ 1.25 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. നിരപ്പറമ്പ് എന്ന സ്ഥലമാണ്. ഇത്രയും വീതി കൂടിയ റോഡാണ്. ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ വീട്. മാത്രമല്ല വെറും 8 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഇതിന്റെ വില. അതാണ് മനസ്സിലാക്കേണ്ടത്. നല്ല വീട്, 3 ബെഡ്റൂം കേട്ടോ, നല്ല സൗകര്യമുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഏരിയ, നല്ല കാറ്റ് കിട്ടുന്ന, കുളിർമ കിട്ടുന്ന ഏരിയ. ബാക്കിൽ കൃഷിസ്ഥലാണ്. അപ്പോ നല്ല ഏരിയയാണ്. ഒന്ന് വരിക, നമുക്കൊന്ന് കാണാം. അപ്പൊ വാഹനം വരുന്ന റോഡാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് വണ്ടികളെല്ലാം വരും. അതേപോലെ തന്നെ പൈപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ തൊട്ട വീട്. നമ്മുടെ ഒരു അയൽവാസികൾ എന്ന് പറയുന്ന ഇതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഇതല്ലേ, ഇങ്ങനെയാണ് നമുക്ക് റോഡ് വരുന്നത് കേട്ടോ. ഈ പോസ്റ്റും ആ പോസ്റ്റും, അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലേക്ക് കൂടെ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. അവിടെ ഒരു തറട്ടുണ്ട് ആ സ്ഥലത്ത് വീട് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലേക്കുള്ള വഴിയാണ്. അപ്പൊ നമ്മുടെ സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ തെങ്ങ് ഉൾപ്പെടെ കേട്ടോ, നല്ല കായ്ഫലുള്ള തെങ്ങ്. ആ തെങ്ങൊന്ന് കാണിച്ചു കൊടുത്താ. അതേപോലെ അടുത്തുള്ള വീടുകൾ കാണിച്ചു കൊടുക്ക് കേട്ടോ. നല്ല കായ്ഫലുള്ള തെങ്ങ്. ഇതുപോലെ ഇനി നമുക്ക് തെങ്ങുണ്ട് കേട്ടോ. ആ തെങ്ങ് കൂടെ കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തെങ്ങ് കേട്ടോ. ഈ തെങ്ങ് 5 സെന്റ് സ്ഥലം കേട്ടോ. നല്ല സ്ക്വയർ പീസ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഒരു തേക്ക് കേട്ടോ, നല്ലൊരു തേക്ക് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഇവിടെ അവിടെ തറട്ടുണ്ട്. അത് വേറെ ആൾക്കാരുണ്ട്, തറയിട്ടുണ്ട്. ആ കാണുന്നത് അത് പൊന്തകെട്ടി കിടക്കുകയാണ് കേട്ടോ, ചപ്പ കയറി കിടക്കുകയാണ്. അപ്പൊ അവിടെ ചെറിയൊരു വീട് വരുന്നുണ്ട്. പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള സ്ഥലം കണ്ടില്ലേ ഹബീബിങ്ങളെ. നല്ല കുളിർമ കിട്ടും ഇവിടെ. അതേപോലെ ഇതിൽ ഓപ്പൺ കിണർ കുഴിച്ചാൽ ഒരു 5 കോല് വെള്ളം കിട്ടും, അല്ലെങ്കിൽ 6 കോല് വെള്ളം കിട്ടും. അപ്പൊ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല സ്ഥലമാണ്. ആ വാഹനം പോകുന്നതിന്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ മയ്യത്തുങ്കര പള്ളി മദ്രസയൊക്കെ കേട്ടോ. പള്ളി മദ്രസയൊക്കെ അവിടെ ഒന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുണ്ട്. ടൗണിൽ നിന്ന് ആകെ ദൂരം 1.5 കിലോമീറ്റർ. അപ്പൊ നമുക്കിത് അതിന്റെ ബാക്ക് വശമൊക്കെ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. എല്ലാ ഭാഗവും കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തേ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ പെട്ടാണ്. 5 സെന്റ് സ്ഥലമാണ് നമുക്ക്. അതുപോലെ തന്നെ വീടാണെങ്കിൽ നല്ല വീടാണ് കേട്ടോ. നല്ല കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള നല്ല സൂപ്പർ വീടാണ്. കട്ടയും തോന്നുന്നല്ല കേട്ടോ. വാർക്കണമെങ്കിൽ വാർക്ക, അതിനുള്ള രൂപത്തിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്ത് നിങ്ങൾക്ക് ഒരു ബാത്റൂം കാണാം. പുറത്ത് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മിറ്റം നല്ല വിശാലമായ മിറ്റാണ്. അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ളത് അല്ലേ. ഇതിങ്ങനെ ഈ സൈഡ് മതിലാണ്. എൻ്റെ ഹബീബിങ്ങൾ കാണണം. ഇനിയാണ് നമുക്ക് വീടും മറ്റുള്ളതൊക്കെ കാണാനുള്ളത് കേട്ടോ. അപ്പൊ നല്ല ചുമരും, നല്ല കല്ലുകൊണ്ട് കെട്ടിയതാണ്, നല്ല വൃത്തിയുള്ളതാണ്. 3 റൂമുണ്ട്. പക്ഷെ ഇതിൽ വാടകക്കാരെ സാധനം കിടക്കുന്നുണ്ട് റൂമിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവർ സാധനം കിടക്കേണ്ടത്, അത് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും കാണൽ കഴിഞ്ഞു കേട്ടോ. എല്ലാ കൽക്കോലും ഇതൊക്കെ ഇട്ടിട്ട് കേട്ടോ. മരത്തിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അന്ന് കാണിച്ചു കൊടുത്താ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഉള്ളിലേക്ക് നടക്കുക. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇനി നമ്മൾ വീടിന്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. പിന്നെ ഇതിൽ വെള്ള സൗകര്യം എന്താ വെച്ചാൽ പൈപ്പ് ലൈനാണ് കേട്ടോ. പക്ഷെ നമുക്ക് കിണർ കുഴിക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു 5 or 6 കോല് കുഴിച്ചാൽ നല്ല നാടൻ കിണർ കുഴിക്കാനുള്ള സ്ഥലത്ത് അവിടെ കേട്ടോ. നല്ലൊരു കിണർ കുഴിച്ചാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. യാതൊരു ബുദ്ധിമുട്ടില്ല. കുഴൽക്കിണറിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ പൈപ്പ് ലൈൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും പൈപ്പ് ലൈനിൽ വെള്ളമാണ്. നല്ലൊരു സിറ്റ് ഔട്ട് കണ്ടില്ലേ. നല്ലൊരു സിറ്റ് ഔട്ടാണ്. ആ മരമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. മരം ഓടാണ് കേട്ടോ. ചെതല് പിടിച്ചോളൂന്നൊക്കെ ജനങ്ങൾക്ക് നോക്കണം. അപ്പൊ ചെതലോ മാറാതെ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. നല്ല വൃത്തിയിൽ തന്നെയാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്തതാണ്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ വലിയ ഒരു ഹാളാണ്. അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു ഹാളാണ് കേട്ടോ. ഇത്രയും വലിപ്പമുണ്ട്. ഹാള്, സോക്കേഴ്സ്, കാര്യങ്ങൾ എല്ലാം ഉണ്ട്
കണ്ടില്ലേ? എല്ലാ ഭാഗം കാണിച്ചു കൊടുക്ക്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് റൂമുകൾ, ബെഡ്റൂമുകൾ ഹാളിൽ നിന്നാണ്. അല്ലേ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം. ദാ ഇത് മറ്റുള്ളവരെ വാടകക്കാർ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അതവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു റൂമാണ് അല്ലേ. അത്യാവശ്യം വലിപ്പമുള്ള 3 റൂം, സൗകര്യങ്ങൾ ഏറെയാണ്. ആ റൂം കാണിച്ചു കൊടുക്കുക. എല്ലാ റൂമും ഒരേപോലെ തന്നെയാണ്, ഒരേ വലിപ്പത്തിലാണ്. ഒരു കട്ടില്, ഒരു അലമാര ഇടാം, അതിനുള്ള സൗകര്യം ഉണ്ട്. ബാക്കി സ്പേസ് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഇനി അടുത്ത റൂം, 3ാമത്തെ റൂം, അതൊന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ 2 റൂം കാണൽ കഴിഞ്ഞു. 3ാമത്തെ റൂം, ഇത് കുറച്ചും കൂടെ വലിപ്പമുണ്ടോ എന്ന് എനിക്ക് സംശയം. ഉള്ളിൽ കൊണ്ടുപോയി ഫുള്ള് കാണിച്ചു കൊടുക്കും. എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും. എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും. കാരണം 3 റൂമുണ്ട്, നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയതാണ്. ടൗണിന്റെ അടുത്താണ്, ചെർപ്പുളശ്ശേരി ടൗണിന്റെ അടുത്താണ്. ഇതാ ഇനി ഇതൊരു കിച്ചൺ, ഇതാണ് കിച്ചൺ. കണ്ടില്ലേ? ഇതും അത്യാവശ്യം നല്ല സൗകര്യമുള്ളതാണ്. അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ്. മാത്രമല്ല സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുത്താ, എല്ലാ ഭാഗം കാണിച്ചു കൊടുക്ക്. അത് കഴിഞ്ഞാൽ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് അവിടെ, അതൊന്ന് കാണിച്ചു കൊടുക്ക്. പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. അപ്പോൾ തരക്കേടില്ലാത്തൊരു വീടാണ്. ഇതിന്റെ മുകളിൽ വാർക്കണമെങ്കിൽ വാർക്കാം, അത്രയ്ക്ക് സ്ട്രോങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹബീബിങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം. ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലുണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്തോളും, വിറ്റതും വിൽക്കാത്തതുമായിട്ട്. ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണ നമ്മൾ ചാനലിൽ ഒന്ന് വീടിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അൽഹംദുലില്ലാഹ് കച്ചവടമായി. അങ്ങനെ 1-2 കച്ചവടങ്ങൾ പെരുന്നാൾ പ്രമാണിച്ച് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ നിങ്ങളുടെ സഹായവും സഹകരണം കൊണ്ടാണ്. അപ്പൊ ഇത് പറയാനുള്ളത്, ഇത് ചെർപ്പുളശ്ശേരി ടൗണിലെ വീടാണ്. ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ആണ് ദൂരം. ഇവിടെ മദ്രസ സൗകര്യമുണ്ട്, സ്കൂൾ സൗകര്യമുണ്ട്, അതുപോലെ തന്നെ എല്ലാ സൗകര്യമുണ്ട്. ടൗണിന്റെ സൗകര്യമുണ്ട്, പ്രത്യേകിച്ച് അമ്പലത്തിന് സൗകര്യമുണ്ട്. അയ്യപ്പൻകാവ് ഉണ്ട്, പുത്തനാലിക്കൽക്കാവ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെ 2 പള്ളിയും മദ്രസ സൗകര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ബസ് റൂട്ട് ഉണ്ട് തൊട്ടടുത്ത്. ടൗൺ അടുത്തുണ്ട്. A to Z വരെയുള്ള എല്ലാ വാഹനത്തിനും വരെയുള്ള സൗകര്യം നമ്മുടെ വീട്ടിലേക്കുണ്ട്. അപ്പൊ ചെർപ്പളശ്ശേരി ടൗണിന്റെ പരിസരത്താണ് ഈ വീട്. നരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 5 സെന്റ് സ്ഥലം, 3 ബെഡ്റൂം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സൗകര്യങ്ങൾ ബാക്കിലൊക്കെ നല്ല വിശാലമായ നല്ലൊരു പാടശേഖരം കണ്ടില്ലേ. നല്ല കാറ്റ് കുളിർമ കിട്ടും. ഓപ്പൺ കിണർ 6 കോലിൽ കുഴിച്ചാൽ വെള്ളം കിട്ടും. കൂടുതൽ താത്തേണ്ട ആവശ്യമില്ല. 5 6 കോല് താത്തി കഴിഞ്ഞാൽ ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടും. അത്രയ്ക്ക് സൗകര്യമുള്ള നല്ലൊരു ഏരിയ. ഇതിന്റെ വിലയാണ് 7,90,000 റുപ്യ. 7,90,000 റുപ്യ. അതാണ് 8 ലക്ഷത്തിന് താഴെ എന്ന് നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുവിധം ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. ഇനി നെഗോഷ്യബിൾ ആക്കാൻ പറയില്ല നിങ്ങൾ. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുകയും ചെയ്യാം. കാരണം ബിസിനസ് ആണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് പരമാവധി കമ്മിയാക്കിയിട്ട് പാർട്ടിയൊക്കെ ഒന്ന് മേടിച്ചു തരലാണ് എൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ വീട് അയ്യോ മോശം വന്നു എന്ന് തോന്നരുത്. കാരണം സാധാരണക്കാർ വാടകക്കാർക്കൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഈ 8 ലക്ഷം റുപ്യയുടെ താഴെയുള്ള വീട് മേടിച്ചു കഴിഞ്ഞാൽ താമസിക്കാം. കാരണം നമ്മൾ മാസം മാസം വാടക കൊടുക്കണം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയൊരു വീട്, അത് നല്ല വൃത്തി, നല്ല കല്ലുകൊണ്ട് കെട്ടിയത്, തേപ്പൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വാർക്കണമെങ്കിൽ വാർക്കാം, ഓടെടുത്ത് വാർക്കണമെങ്കിൽ വാർക്കാം. അത്രയ്ക്ക് സ്ട്രോങ് ഉള്ള വീടാണ് കേട്ടോ. അപ്പൊ സാധാരണ ഒരു ഓട്ട് വില അല്ല എന്ന് അർത്ഥം. വാർപ്പിന്റെ രൂപത്തിൽ തന്നെയാണ് എല്ലാം കെട്ടിയിട്ടുള്ളത്, എല്ലാം സൗകര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളുടെ സൗകര്യങ്ങൾ ചെർപ്പളശ്ശേരിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരി ടൗണിലാണ്. മലപ്പുറം ജില്ലയിലേക്ക് ഇവിടുന്ന് ബോർഡറിലേക്ക് ഒരു 6-7 കിലോമീറ്റർ ഉള്ള ചെർപ്പളശ്ശേരി, 6 കിലോമീറ്റർ. അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ആ മലപ്പുറം ജില്ലയുടെ ഒരു 6-7 കിലോമീറ്റർ ബോർഡറിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, മലപ്പുറം ജില്ലയിൽ പലവരും ചോദിക്കലുണ്ട് ചെറിയൊരു വീട് മലപ്പുറം ജില്ലയോട് ചേർന്നിട്ട് കിട്ടാണ്ടോ എന്ന്. അതാണ് ഇത് പറയുന്നത്. ചെർപ്പളശ്ശേരിയിൽ ഇവിടുന്ന് ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ മലപ്പുറം ജില്ലയുടെ ബോർഡറായ തൂതക്കിലേക്കുള്ളൂ കേട്ടോ. തൂത പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ളൂ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ടാവും. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് ആൾക്കാർ ഇനിയും സബ്സ്ക്രൈബർ ആകാൻ ബാക്കിയുണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബർ ആയിക്കോളി, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് കൊടുത്തോളി. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ബിൽഡിംഗ് സൈറ്റ് നമ്മുടെ അടുത്തുണ്ട്. ബിൽഡിംഗ് സൈറ്റ് 4.25 സെന്റ് സ്ഥലം നമ്മുടെ അടുത്തുണ്ട്. നല്ല സ്ഥലം. ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് കുറഞ്ഞ വിലയുടെ ബിൽഡിംഗ് സൈറ്റ് ഉണ്ടോ എന്ന്. ഉണ്ട്. അതൊരു സെന്റിന് 8 ലക്ഷം റുപ്യയുടെ വില ചോദിക്കുന്നത്. അങ്ങനെ ഒരു 4.25 സെന്റ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോട്ടിലാണ്. നല്ല സമചതുരമായിട്ടുള്ള 4 ഏക്കർ സെന്റാണ്.
അതും കൂടെ നിങ്ങളെ അറിയിക്കുക. അതേപോലെ ഒട്ടനവധി വീടുകൾ ചെറുതും വലുതുമായിട്ട് നമ്മുടെ എത്തുന്നുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാ എന്റെ ചാനൽ കാണുന്ന ഹബീബിര് ഓരോരുത്തരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മയസ്സലാമ.